ഹായ്. ഇന്ന് ഒരു കിലോ ചെമ്മീനും കൊണ്ട് രാവിലെ തന്നെ മീൻകാരൻ വന്നപ്പോൾ 1 കിലോ ചെമ്മീൻ മേടിച്ച്. അവൻ്റെ അടുത്ത് എന്ന് നോക്കിയാലും ചെമ്മീനും ഇതും എല്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് നോക്കിയപ്പോഴും സെയിം അത് തന്നെ. എന്നാൽ പിന്നെ 1 കിലോ ചെമ്മീൻ അങ്ങ് മേടിച്ച് അതിനകത്ത് പകുതി എടുത്ത് വറുക്കാനും വെച്ച്, പകുതി ഞാൻ വിചാരിച്ചു പുളിയും മുളകും ഇടാമെന്ന്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. അതിൻ്റെ തലയൊന്നും ഞാൻ കളയില്ല കേട്ടോ. അതെല്ലാം നല്ലപോലെ ക്ലിയർ ആക്കി മുറിച്ചെടുത്ത് അതിൻ്റെ മേലത്തെ എല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഞാൻ തലയെല്ലാം ഉപയോഗിക്കും ഞാനത്. നല്ല ടേസ്റ്റാണ് തല തിന്നാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 കറിവേപ്പിലേൻ്റെ തണ്ട്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രമാത്രം ആണ്. പിന്നെ പുളി, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കണം അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം ഈ എളുപ്പത്തിൽ തട്ടിക്കൂട്ടുന്ന പരിപാടിയാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുളക് കറി വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴറ്റാണ്ട പിടിക്കേണ്ട ഒന്നും വേണ്ട. വേഗം തന്നെ നമുക്കതാക്കി കിട്ടാൻ പറ്റും. നമ്മളിതെല്ലാം ചെറുതാക്കി മുറിച്ചൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പുളി, കുടംപുളി എടുത്തിട്ടുള്ളത്. ആ കുടംപുളീൻ്റെ ഒരു വലുതും ഒരു ചെറുതുമായിട്ട് എടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് നമുക്കത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വേഗം വെക്കാം. തക്കാളിക്ക് കുറച്ച് വേഗമുണ്ടാവും. അതുകൊണ്ട് എന്താവണം, അത് നമ്മൾ കുറച്ച് നേരം ഇട്ട് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് നമുക്ക് ഒരു തവീൻ്റെ ഇത് വെച്ച് മറുഭാഗം വെച്ചിട്ട് നമുക്ക് അമർത്തി അത് നുടച്ചെടുക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കത് നോക്കി ഞാൻ തവി കൊണ്ടൊക്കെ കുത്തി വെക്കുമ്പോൾ തക്കാളി കുറച്ചും കൂടെ വേവാണ്ട്, അതുകൊണ്ട് നല്ലപോലെ ഒന്നും കൂടെ തവീൻ്റെ പുറംഭാഗം വെച്ച് നല്ലപോലെ ഒന്ന് അമർത്തി ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നി. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്ത് ഞാൻ ഒഴിച്ചിട്ട് ബാക്കി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ എടുത്തിട്ട് അതിനകത്തിട്ട് ഉപ്പും എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി. വേഗം വേഗം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കുറേ നേരം വെച്ച് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെമ്മീൻ വേഗം തന്നെ വേഗം. കൂടുതൽ വേകാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് ഹാർഡാവും. അപ്പോൾ വേഗം തന്നെ വേവിച്ചെടുക്കുന്നതാണ് ഇത് നല്ലത്. അങ്ങനെ ചെമ്മീൻ കറിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 വട്ടം ഞാനത് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കി. ഇപ്പോൾ വേവൊക്കെ ഇതായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ചതച്ചിട്ടു. സാധാരണ ഇത് ചതച്ചിട്ടിട്ട് അതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയോ ചെയ്യാം. ഇത് ഞാനത് ഒഴിക്കാൻ നിന്നില്ല. പകരം ഞാനെന്ത് ചെയ്തു, കുറച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ മേലെ ഒഴിച്ചു. കടുക് പൊട്ടിച്ച് ഒഴിക്കുന്നത് വേറെ ഒരു ടേസ്റ്റ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് വേറെ ഒരു ടേസ്റ്റ്. പലതരത്തിലും വെക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.